ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നിങ്ങൾ തമ്പ് കണ്ടതുപോലെ ഇത്ര സമയം കൊണ്ട് ഈ ചാപ്റ്റർ മൊത്തമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്, ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. സോ എന്റെ മക്കൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. മക്കൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് നന്നായിട്ട് പഠിച്ചോട്ടെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ഞാൻ ചർച്ച ചെയ്യുന്നത്. അതിന്റെ മുന്നിൽ ഇന്ന് 7 മണിക്ക് നിങ്ങൾക്ക് ലൈവ് ഉണ്ട്. മക്കൾ ഇങ്ങോട്ടേക്ക് വേണം, നമുക്ക് അടിപൊളിയാക്കി ഉഷാറാക്കി എന്ന് പഠിക്കാം. സെറ്റ് ആക്കിയിട്ട് ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. സോ എന്റെ പേര് അമീൻ എന്നാണ്. നമുക്ക് അടിപൊളിയാക്കി മാറ്റാം. ഇവിടെ സോഷ്യൽ സയൻസിന്റെ ഫാക്കൽറ്റി ആണ്. സോ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്ന മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സോ നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ ആൻഷ്യൻ തമിഴകം എന്ന ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കൾ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഞാനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഇത് മാത്രം എന്റെ മക്കൾ പഠിച്ചാൽ മതി. അപ്പൊ ഇത് മൊത്തം പഠിക്കണോ? ഇത് മൊത്തം പഠിച്ചു വെക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ഉണ്ടോ? അതും പറഞ്ഞുതരാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ടതാണ് മഹാശില സ്മാരകങ്ങൾ. എന്റെ മക്കളെ മൈൻഡിലേക്ക് കൃത്യമായിട്ട് കൊണ്ടും ഏതൊക്കെയാണ് മഹാശില സ്മാരകങ്ങൾ അറിയണം. കൃതികൾ ഒന്നെങ്കിൽ എന്റെ മക്കൾക്ക് ചോദിക്കുക, സ്മാരകങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ കൃതികളുടെ പട്ടിക ചോദിക്കും. ഇതൊന്നും ചോദിച്ചില്ലെങ്കിൽ ഉറപ്പിച്ചോ, ഇതിലേതെങ്കിലും ചോദിക്കട്ടോ, ഇതിൽ ഏതും ചോദിച്ചില്ലെങ്കിൽ ഉറപ്പിച്ച് എന്തായാലും വെരി ഇമ്പോർട്ടന്റ് നിങ്ങൾ ചോദിക്കാൻ പോണാണ് സാമൂഹിക ജീവിതം തിണകളുടെ കുറിച്ച് കൃത്യമായിട്ട് എന്റെ മക്കൾക്ക് ചോദ്യം വരും. അതെന്നെ മക്കൾ പഠിച്ചു വെക്കാം. പിന്നെ വിനിമയ വ്യവസ്ഥയിൽ ഇത് എന്തൊക്കെയാന്ന് കുറച്ച് അറിഞ്ഞു വെക്കണം, കൃത്യമായിട്ട് പറഞ്ഞേക്കാം. സോ ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ 3 നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ്. സോ ആദ്യം നമുക്കറിയാം പ്രാചീന തമീകം എന്താണെന്ന് അറിഞ്ഞു വെക്കാം. പ്രാചീന തമീകത്തെ കൃത്യമായിട്ട് തെളിവുകളെ കുറിച്ചിട്ടാണ് ഈ മഹാശില സ്മാരകങ്ങളും സംഘകൃതികളും പറഞ്ഞത്. ഇന്ന് പിന്നെ എന്താണ് അടുത്ത ജീവിതം എങ്ങനെയായിരുന്നു, വിനിമയ വ്യവസ്ഥ എങ്ങനെയായിരുന്നു, മൂവേന്മാർ എങ്ങനെയാണ്, അതാണ് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞത്. നമുക്ക് നോക്കാം പ്രാചീന തമീകത്തെ പ്രധാനപ്പെട്ട തെളിവുകൾ കിട്ടിയ മൊണ്യൂമെന്റ്സ് ഏതൊക്കെയാന്നുള്ളത്. ആ ചിത്രങ്ങൾ എന്റെ മക്കൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ഒന്ന് മുനിയറ, അത് കുടക്കല്ല്. പിന്നെ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് കുടക്കല്ലിനെ പോലെയാണ്. ഇതെന്ത് ചെയ്യുക, അറകളുണ്ട്. അതുകൊണ്ട് മുനിയറ എന്ത് ചെയ്യുക എന്റെ മക്കളെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. കൽത്തൊട്ടി, അതേപോലെ കന്മേശകള്, നാട്ടുകല്ല്, ഈ ചിത്രങ്ങളൊക്കെ എന്റെ മക്കളെ മൈൻഡിലേക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് അതല്ലെങ്കിൽ സംഘകൃതികൾ ചോദിക്കുകയാണെങ്കിൽ ആ സംഘകൃതികൾ പ്രാചീന തമീകത്തിലെ തെളിവുകൾ കിട്ടിയതാണ്. ആ കൃതികളിൽ നിന്ന് അത് ഏതൊക്കെയാണ് ആ കാലത്തിന് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാൻ വേണ്ടി പോവാണ്. അന്ന് വിഭാഗം 10 പാട്ടിലുണ്ടായിരുന്ന പ്രധാന കൃതികളാണ്. ഒന്ന് തിരുമുറൈക്കാറ്റുപാട്ടെ, മധുരൈ കാഞ്ചി. 8 തകയിലുണ്ടായിരുന്ന 3 ഇറ്റ്സ് ഇമ്പോർട്ടന്റ് വൺ എന്റെ മക്കളെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അകനാനൂറ്, പുറനാനൂറ്, 18 എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. 14 കീഴ്ക്കണക്ക് എന്നതിൽ വന്നതാണ് തിരുക്കുറാൾ, അതേപോലെ മുത്തുമൈ കാഞ്ചി എന്ന് എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് കൊണ്ടുവരിക. വ്യാകരണ ഗ്രന്ഥം ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് വൺ. അന്ത പ്രധാന കൃതികളാണ് വ്യാകരണ ഗ്രന്ഥം. അതിൽ വന്നതാണ് തൊൽകാപ്യം എന്നത് എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് കൊണ്ടുവരിക. മഹാകാവ്യങ്ങൾ 2 ഉണ്ട്. ചിലപ്പതികാരം എന്റെ മണിമേഖലയാണെന്ത് ചെയ്യുക എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, അതും കൊണ്ടുവരിക. ഇതാണ് പ്രധാനപ്പെട്ട കൃതികൾ. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. അന്ത സാമൂഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇതാണ്. ഇത് എന്റെ മക്കളെ മൈൻഡിലേക്ക് വരുത്തുക. ഏറ്റവും താഴത്തെ തീരപ്രദേശത്തുള്ള നീതല്, അതിന് മുകളിലാണ് മരുതം, പിന്നെ പാലൈ, മുല്ലൈ, കുറിഞ്ചി. ഈ രീതിയിലാണ് സാമൂഹിക ജീവിതം. ഓരോ സ്ഥലങ്ങളാണ്. ഇപ്പൊ തീരപ്രദേശം താമസിക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്നുണ്ട്. ഇത് എന്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇത് മൊത്തം പഠിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് മൊത്തം പഠിക്കാൻ നിങ്ങൾ നെയ്മറിനെ ആലോചിച്ചാൽ മതി, നെയ്മർ ഫാൻസിനെ ആലോചിച്ചാൽ മതി. അത് കൃത്യം 7 മണിക്ക് അമീൻ സർ പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ട് പോരാ, അവിടെ നമുക്ക് സെറ്റപ്പ് ആക്കി മാറ്റണം. സോ ഇത് മൊത്തമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്റെ മക്കളെ മൈൻഡിലേക്ക് വെക്കുക. നെയ്തൽ പറഞ്ഞ തീരപ്രദേശമാണ്. അവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒക്യുപ്പേഷൻ, അവിടെ സാമൂഹിക ജീവിതം നടന്നത് മീൻപിടുത്തം, ഉപ്പ് നിർമ്മാണത്തിലൂടെയാണ്. മരുതത്തിൽ പ്രധാനപ്പെട്ടും വെറ്റ്ലാൻഡ് ആണ്, വയലാണ്. അവിടെ പ്രധാനമായിട്ട് കൃഷിയായിരുന്നു നടന്നിരുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പം നെയ്തല്, മരുതം, പിന്നെ കൺഫ്യൂഷൻ വരാതെ ഞാൻ ഷോർട്ട് പറഞ്ഞത്. ഇപ്പൊ പഠിച്ചേക്ക പാലയിൽ എന്താണ്, ഡ്രൈ ലാൻഡ് ആണ്. പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ, ഒരു വെറൈറ്റി ജോലിയാണത്. എന്താണ്, കന്നുകാലി കവർച്ച അല്ലെങ്കിൽ സ്റ്റീലിംഗ് ഓഫ് കാറ്റിൽ ആണ് എന്റെ മക്കളെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. പിന്നെ അതിന് മുകളിലുള്ള സ്ഥലമാണ് എന്ത് പറയാ, നമ്മൾ മുല്ല എന്ന് പറയാ. പുൽമേടുകളാണ്, ഗ്രാസ് ലാൻഡ് ആണ്. റിയറിംഗ് ഓഫ് കാറ്റിൽ, കന്നുകാലി വളർത്തലാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. കുറിഞ്ചിൽ എന്താ, ഹില്ലി റീജിയൻ ആണ്. പ്രധാനമായിട്ടും ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, വനവിഭവ ശേഖരണവും നായാട്ടും അതേപോലെ തന്നെ എന്താണ് പുനം കൃഷികളൊക്കെ ആയിരുന്നു കുറിഞ്ചിയിൽ നടന്നിരുന്നത്. ഇതെന്റെ മക്കൾക്ക് എക്സാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് ലാസ്റ്റ് ചോദിക്കുന്നതാണ്. അന്നത്തെ ഉമണരുടെ പങ്കുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വ്യക്തമാക്കുക എന്നത് എന്റെ മക്കൾ എക്സാം ചോദിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് 7 മണിക്ക് പറയാം. ഇത്ര കാര്യമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ഇന്ന് 7 മണിക്ക് എന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഡിസ്കസ് ചെയ്യാനാണ്. സോ എല്ലാ മക്കളും കൃത്യമായിട്ട് പോലും 4.5 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല എല്ലാ മക്കളും കമന്റ് ചെയ്യുക, ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ കൃത്യമായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം, സെറ്റാക്കി മാറ്റുക. കമന്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കൃത്യം 7 മണിക്ക് പോര് നമുക്ക് അടിപൊളിയാക്കാം.